മൈലാഞ്ചി മഞ്ചുള്ളൊരു കയ്യിൽ ചിക്കൻ ഇട്ട് ഉളക്കുന്നു. ഹായ് ആൾ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം നമുക്ക് പെരുന്നാളാണ്. അപ്പോൾ ഈദ് മുബാറക് ഓൾ. അപ്പോൾ ഇന്നത്തെ നമ്മൾ തലേ ദിവസം, അതായത് പെരുന്നാൾ രാവിലെ എടുത്ത വീഡിയോ ആണ്. പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ 30ാമത്തെ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിതേ പുതിയൊരു സംഭവം നമ്മൾ വാങ്ങിയിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡ് മിക്സറാണ് കേട്ടോ. അഗാരോൻ്റെ ആണ് വാങ്ങിയിട്ടുള്ളത്. നല്ല അടിപൊളി സംഭവമാണ്. ഇന്ന് ഇത് വെച്ചിട്ട് നമ്മൾ അടിപൊളി ഒരു കേക്ക് ഉണ്ടാക്കാനാണ് കേട്ടോ പ്ലാന്. ഇത് വന്നിട്ടില്ലേ 1400 വാട്ട്സ് പവർ മോട്ടറാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. 100% കോപ്പർ മോട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് 10 ലെവലിൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് ചപ്പാത്തി മാവ് കുഴയ്ക്കാം, പിന്നെ അതുപോലെ കുക്കീസ് ഉണ്ടാക്കാം, കേക്ക് ഉണ്ടാക്കാം, ബ്രെഡ് ഉണ്ടാക്കാനുള്ളത്, മഫിൻസ്, ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. മാവ് കുഴയ്ക്കാനും പിന്നെ അതുപോലെ ബീറ്റ് ചെയ്യാനും വിസ്ക് ചെയ്യാനും ഒക്കെ. അപ്പം നമുക്ക് മറ്റതൊക്കെ ആകുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കേണ്ടി വരില്ല. പക്ഷേ ഇത് നമ്മൾ ഒരു ഭാഗത്ത് ഇത് വെച്ചിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യാൻ പറ്റും. ഇത് ചപ്പാത്തി കുഴക്കാനുള്ള സംഭവമാണ്. ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇന്ന് ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ടിൽറ്റ് ചെയ്യാനും ഭയങ്കര ഈസിയാണ്. നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഞാൻ നോക്കില്ല. ഡ്രസ്സ് നനയുണ്ടോ? ദൂരെ നിൽക്ക് രണ്ടുപേരും. അപ്പോൾ കിച്ചണിലേക്ക് കയറുന്നതിന് മുമ്പ് നിസ്കാരം നോമ്പുറക്കലൊക്കെ കഴിഞ്ഞിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ടോ. അതായത് നാളത്തെ പെരുന്നാളിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാനും വേണ്ടിയിട്ട്. അങ്ങനെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം നമസ്കരിക്കാനും വേണ്ടിയിട്ട് മുസല്ല വിരിച്ചപ്പോൾ നമ്മുടെ അയച്ചുകൂട്ടം നല്ല രസത്തിൽ നമസ്കരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ നമ്മൾ അത്യാവശ്യത്തിലിരിക്കുമ്പോൾ വിരൽ പൊക്കുന്നതടക്കം അവർ വാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ കുട്ടികൾ നമ്മളെ വാച്ച് ചെയ്യണമെന്നുള്ള ആ ഒരു ബോധത്തോടു കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളറിയാതെ അവർ നല്ലൊരു രീതിയിലേക്ക് വളർന്നു വരും കേട്ടോ. ഇതേ പുറത്ത് കുട്ടികളൊക്കെ തക്ബീറൊക്കെ ചൊല്ലിയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഗ്യാപ്പിൽ ഞാനൊന്ന് വീട്ടിലേക്ക് പോയിട്ട് എനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ട കുറച്ച് ഐറ്റംസ്, നമ്മുടെ കയ്യിൽ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും, അത് അവിടെ ചിലപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ അതൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നതാണ് കേട്ടോ. ആ കൊടുത്തോ. അടുത്ത ആള് വരുമ്പോടാ കേട്ടോ. അപ്പോൾ അങ്ങനെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഇതിന് വേണ്ടിയിട്ടുള്ള റെസിപ്പീസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നമ്മൾ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സെലിബ്രേഷനൊക്കെ അമ്മാൻ്റെ വീട്ടിലാണ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നാളെ പെരുന്നാളാണ്, അതായത് നിങ്ങൾ വീഡിയോ കാണുന്ന സമയം പെരുന്നാളായിരിക്കും. ഈദ് മുബാറക് ഓൾ. അപ്പോൾ നമ്മൾ പെരുന്നാൾ പ്രിപ്പറേഷൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചിലപ്പോൾ ഇതിന് മുമ്പ് ഞാൻ കുറേ സീൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഇതിന് ശേഷം എനിക്ക് കാണിക്കാം. എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോഴേക്കും എൻ്റെ മൊബൈൽ ഇവിടെ നാശമാക്കി. അല്ലെങ്കിൽ നാശമായി മൊബൈലാണ്. ഹലോ, അപ്പൊ നമ്മളിത് അഗാരോടെ സ്റ്റാൻഡ് മിക്സർ, കുറേ എനിക്ക് സ്വത്തുമണികളും ഉണ്ടായി കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് കേട്ടോ ഈ ഒരു സാധനം. എനിക്ക് ഇഷ്ടപ്പെടുന്ന സാധനമൊക്കെ ഞാനിങ്ങനെ ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. അങ്ങനെ അവസാനം നമുക്ക് ഇതേ സ്റ്റാൻഡ് മിക്സർ കിട്ടിയിരിക്കുകയാണ്. ഇതിലാണ് ഇന്ന് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കേക്ക് എന്ന് പറയുമ്പോൾ ഡ്രസ്ലെച്ചസ് കേക്ക്. ഒരാൾക്ക് ഇന്ന് ഇവിടെ കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നോർമൽ കേക്കിൽ നിന്നും ആ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഈ ഒരു സാധനമാണ്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇതാണല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയണില്ലേ ഇപ്പൊ ഒന്നും ഉണ്ടാണ്ടിരിക്കുന്നത്? 5 മുട്ട. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് മഞ്ഞ വേറെ വെള്ള വേറെ വേണം നമ്മൾ ചെയ്യാനും വേണ്ടിയിട്ട്. പക്ഷെ ഞാനിപ്പോ എളുപ്പപ്പണിക്ക് വേണ്ടി ചിലപ്പോൾ ഒന്നിച്ചു കൂട്ടാം. നോക്കട്ടെ, ഏതായാലും പൊട്ടിച്ചിടാം. കമാൻ വേണം. അപ്പോൾ നമ്മൾ 5 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റീൽ ബൗള് 5.5 ലിറ്ററിൻ്റെ ആണ് കേട്ടോ. നമുക്ക് കുറച്ച് അത്യാവശ്യം വലിയ വോളിയൂമിൽ തന്നെ നമുക്ക്
ഒരു ചെറിയൊരു ഫാമിലീൻ്റെ പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ, ഇപ്പോൾ കേക്ക് ആണെങ്കിലും മഫിൻസ് ആണെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ ചപ്പാത്തി കുഴക്കുകയാണെങ്കിലും നമ്മുടെ സെലിബ്രേഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വലിപ്പമുള്ള ഒരു ബൗളാണ്. ഇതിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. നമുക്ക് അതുപോലെ ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇത് അതുപോലെ ടിൽറ്റൊക്കെ ചെയ്യാനും. പിന്നെ ഈ സ്പീഡ് എന്ന് പറയുമ്പം ഓരോന്നിനും സ്പെഷ്യലായിട്ടുള്ള, അതായത് സ്പീഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാവ് ഇതൊക്കെ കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ 1 to 6, പിന്നെ BT ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് 1 to 7 കൊടുക്കുക. അപ്പോൾ വിസ്കി ആണെന്നുണ്ടെങ്കിൽ 8 to 10. പിന്നെ പൾസ് മോഡിൽ ഇട്ടിട്ട് പെട്ടെന്നാക്കാനുള്ളത് പെട്ടെന്ന് അങ്ങനെ ചെയ്യാനും പറ്റും കേട്ടോ. പിന്നെ അതുപോലെ ഇതിൽ വന്നിട്ട് ഭയങ്കര നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഒരു മെസ്സി ആയിട്ടൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ, ബ്ലെൻഡ് ചെയ്തിട്ടൊക്കെ. പിന്നെ അതിൻ്റെ മൂടി വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് തെറിക്കുന്നുള്ള പേടിയൊന്നും വേണ്ടല്ലോ. പക്ഷേ ഞാനിപ്പോൾ മൂടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട്. ഞാൻ ആ മുട്ട ഒന്ന് ബീറ്റായിട്ട് വരുന്ന സമയത്ത് ഇതേ പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 കപ്പാണ് ഞാൻ പഞ്ചസാര എടുക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു അഗാരോയുടെ സ്റ്റാൻഡ് മിക്സറിന് 2 വർഷത്തിൻ്റെ വാറണ്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തിൽ വാങ്ങാം, കുറേ കാലം നിൽക്കും കേട്ടോ. നമുക്കിതുപോലെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ഒരു 1 to 10 അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിതേ കുറച്ച് സ്പീഡ് കുറവാക്കിയിട്ട് പാലില്ലേ, ലൈറ്റ് ചൂടുള്ള പാൽ, ഒരു 1/4 ഗ്ലാസ് പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കൊന്നും കൂടെ സ്പീഡ് കൂട്ടി കൊടുക്കാം, നമുക്ക് പെട്ടെന്നാവാനും വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ചപ്പാത്തി മാവൊക്കെ കയ്യിൽ കുഴക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ആയിക്കിട്ടാനും ഇതിലേക്ക് ആട്ടയും അതുപോലെ വെള്ളമോ ഉപ്പും ഒക്കെ കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം, അതായത് വേറെ ഇതിൻ്റെ കൂടെ തന്നെ ചപ്പാത്തി കുഴക്കാനുള്ള ആ ഒരു ഇത് വരുന്നില്ലേ, അത് ഫിക്സ് ചെയ്ത് കൊടുത്തു പറഞ്ഞാൽ അതിൽ നമുക്ക് അടിപൊളിയായിട്ട് ചപ്പാത്തിയും കുഴച്ച് കിട്ടും. അപ്പോൾ രാത്രിയൊക്കെ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാനും നമുക്ക് പറ്റും കേട്ടോ. ഇതേ ഞാനപ്പോൾ കേക്കിൻ്റെ ഇതൊക്കെ റെഡിയാക്കിയിട്ട് ആ ഒരു പരുവാകുമ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ മാവും, അതായത് മൈദ മാവും, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചലിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇതുപോലെ എടുക്കണം. പിന്നെ അഗാരോടെ നമ്മുടെ ഈ ഒരു മിക്സിംഗ് സ്റ്റാൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നല്ല സാധനമാണ് കേട്ടോ, അത്ര വലിയ പ്രൈസും ഇല്ല നമുക്ക്. ഇനിയിപ്പോൾ ഞാൻ ഇത് ബേക്ക് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് പോവാണ്. നല്ല ഈ ഒരു ഇങ്ങനെ ഫോൾഡായി ഇങ്ങനെ വരുന്ന ഈ ഒരു പരുവാണ് നമ്മുടെ മാവ്, അത്യാവശ്യം ഈ ഒരു മാവ് കുഴച്ച് വരുന്ന ആ ഒരു പരുവെന്ന് പറയും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇതുപോലെ ഹേസൽനട്ടിൻ്റെ ആ ഒരു ഫ്ലേവറുള്ള സംഭവം ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ വാനില എസൻസ് ഇല്ല, അതുകൊണ്ടാണ്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഭംഗിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ഒന്ന് ആക്കി കൊടുത്ത് ആ ഒരു ഷേപ്പൊക്കെ വരാനും വേണ്ടിയിട്ട്. പിന്നെ നോക്കുമ്പോൾ ഇതിനകത്തേക്ക് ഓവനിൽ വെക്കുക നോക്കുന്ന സമയത്ത് എൻ്റെ പാത്രം വലുതായിപ്പോയി. സോ എനിക്ക് ചതി പറ്റി. പിന്നെ ഞാൻ അവിടെ ഉള്ള അമ്മൻ്റെയിലുള്ള ഏതൊക്കെയോ ഒരു പാത്രം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു അലുമിനിയത്തിൻ്റെ ഒരു ട്രേ കിട്ടി കേട്ടോ. അപ്പോൾ അതിൽ വെക്കാം. പിന്നെ അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ അഗാരോടെ ഈ മിക്സിംഗ് ബൗളിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ഇല്ലേ, അതൊന്നും ആക്കിയെടുക്കാനും വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ ഈ പണിയും നടക്കും, ഇവിടെ ഇതും നടക്കും കേട്ടോ. വലിയ ബൗളാണെന്ന് വിചാരിച്ചാൽ നമുക്ക് കുറേ സാധനം ഇടണമെന്നൊന്നുമില്ല. ഈ കുറച്ച് ക്വാണ്ടിറ്റി ഇട്ടാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് വിസ്ക് ചെയ്ത് നമുക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇപ്പുറത്ത് ഞാൻ നോക്കിയ സമയത്ത് ബട്ടർ പേപ്പർ ഇല്ല. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്ക്, നമ്മളെപ്പോലെയുള്ള പാവങ്ങൾക്ക് ഇതുപോലെ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് വെണ്ണ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നെയ്യാണ് ഞാൻ തടവി കൊടുത്ത് അതിന് തൽക്കാലം നെയ്യ് പേപ്പർ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഹാഫ് ലെവലിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് പൊന്തി വരണ്ടാന്ന് പറഞ്ഞിട്ട്, ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായിട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റ് അത് ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പൊന്തി വരാതിരിക്കാനും വേണ്ടിയിട്ട് 1/4 ഭാഗം 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. 20 മിനിറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, ഒരു 17-16 മിനിറ്റ് ആകുമ്പോഴേക്കും റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ അപ്പുറത്ത് വന്നിട്ട് ഷിബ്ല വന്നിട്ട് ഉമാലി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതേ ഇവിടെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള പാല്, ആ സ്പഞ്ച് സോഫ്റ്റ് ആക്കാനും വേണ്ടിയിട്ടുള്ള പാൽ ഉണ്ടാക്കുകയാണ്. അതിലേക്ക് ഞാൻ 1 കപ്പ് പാലും അതുപോലെ കണ്ടൻസ് മിൽക്കും, ഇത് നമ്മുടെ മധുരത്തിനനുസരിച്ചാണ്, പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ മുകളിൽ വെച്ച് കൊടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അതെ, നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 2-3 സ്പൂൺ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നന്നായിട്ട് ഇതുപോലെ കട്ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോഴത്തെ നമ്മുടെ ഈ സംഭവം നന്നായിട്ട് വിസ്ക് കൊണ്ട് ഇങ്ങനെ ഇളക്കണം. എൻ്റെ വിസ്ക് ഇല്ലാത്തതുകൊണ്ട് കൈ കൊണ്ട് ആക്ഷൻ കാണിക്കുന്നു. അത് നോക്കാം.
നല്ലോണം പൊന്തി വരുന്നു ഗൈസ്. അമ്മാന്റെ കിച്ചൺ തേടുന്നു രണ്ടും കൂടിയിട്ട്. അമ്മിന്റെ ഡ്രസ് അപ്പോൾ അത് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഇതെന്താ ചെയ്തെടുക്കാം. ഇതാണ് സ്പാച്ചുല അല്ല മറ്റത്. ഇതാണ് അതിൽ പാലൊഴിച്ച് അതിനെ കുതിർക്കാനുള്ള സ്പഞ്ചിനെ കുതിർക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ സ്പോഞ്ച് കേക്ക് ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു ബ്രൗൺ കളറിൽ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഓവനിൽ ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ബിരിയാണി പാത്രത്തിലേക്ക് വെക്കൂല, അതുപോലെ വെച്ചിട്ടുണ്ട്. അതായത് ആവിയിൽ വേവിച്ചെടുക്കുന്ന കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 2 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു. അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് ഓവൻ ഇല്ലാത്തവർക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. ഇപ്പോൾ ബേക്ക് ചെയ്യാണ്ട് ആവിയിൽ ഉണ്ടാക്കാൻ പറ്റും. വെള്ളം ഒഴിച്ചിട്ട് ബിരിയാണി പാത്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് എല്ലാം ഓട്ട ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ 3 പാലുകൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിങ്ങനെ ആ ഉള്ളിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. അമ്മാൻ്റെ വീട്ടിലായതുകൊണ്ട് കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ്. നമ്മുടെ വീടാകുമ്പോൾ എവിടെ എന്ത് സാധനം എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് ഓരോന്നും ചോദിച്ചു മതിയാവും. പിന്നെ അതേ വിപ്പിംഗ് ക്രീം ഞാൻ എങ്ങനെ ചെയ്തിരിക്കണമെന്നറിയോ, പേപ്പറില്ല അതിനകത്താക്കിയിട്ട് ഈ ഒരു എൻ്റെ ഒരു ഷേപ്പിന്, എനിക്ക് ആവശ്യമുള്ള ഒരു ഷേപ്പിന് കട്ട് ചെയ്തിട്ട് അതിനൊന്ന് ഞാൻ ആക്കി കൊടുക്കണം. കാരണം ഞാനങ്ങനെ ഒരു ബേക്കർ അല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ഇനി ഞാൻ എന്തായാലും വാങ്ങും. കാരണം ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് തോന്നി കേക്ക് ഉണ്ടാക്കാനും അതുപോലെ വിപ്പിംഗ് ക്രീം ഇതുപോലെ നമുക്ക് വിസ്ക് ചെയ്തെടുക്കാനും ഒക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ ഈ ഒരു സ്റ്റാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ. സോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ചുറ്റുക്കും ഹേസലും ഇല്ല, തണുപ്പാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം ആ ഒരു ഷേപ്പിൽ കിട്ടാനും വേണ്ടിയിട്ട് ന്യൂസ് പേപ്പറിൻ്റെ ഉള്ളിലാണ് ഞാൻ അങ്ങനെ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ആക്കി കൊടുത്തത്. എന്നാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഏകദേശം നല്ല ഭംഗിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. ഇനിയിപ്പോൾ നമ്മുടെ ബാക്കിയുള്ള പാലില്ല, അത് മേലെ കൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഷോപ്പിൽ കിട്ടുന്ന അതേ ഒരു ഷേപ്പിൽ എനിക്ക് തോന്നിയതാണ്. ഞാൻ ഇതുവരെ ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിച്ചിട്ടില്ല. അതായത് ആദ്യമായിട്ടാണ് ഇന്ന് ഈ ഒരു കേക്ക് കഴിക്കാൻ പോകുന്നത് ഞങ്ങളിൽ മിക്ക ആൾക്കാരും. പിന്നെ അതേ ഷിബിലാൻ്റെ ഉമ്മാലി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബേക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് കൊണ്ടുവച്ചതാണ്. ബാക്കി കുറച്ച് നട്ട്സും കൂടെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് വെച്ചിട്ട് ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒന്ന് തണുക്കാനും വേണ്ടി വെക്കുന്നുണ്ട്. നാളത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയതെങ്കിലും അത് നാളേക്ക് കിട്ടൂല എന്നുള്ളത് ഉറപ്പാണ്. കുട്ടികൾ എന്തായാലും വന്ന് അടി ഉണ്ടാക്കും കേട്ടോ. മൈലാഞ്ചി മഞ്ചുള്ളൊരു കയ്യിൽ ചിക്കൻ ഇട്ട് ഉളപ്പുന്നു. അപ്പോൾ ഇതിനുള്ള ചിക്കന് 10 കിലോ ചിക്കൻ എന്തോ വാങ്ങിയിട്ടുണ്ട്. അത് അപ്പുറത്ത് ഷിബിലിയും ഷഫയും ചേർന്നിട്ട് നന്നാക്കി, അതായത് നന്നാക്കല്ല കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പുറത്ത് അപ്പോഴേക്കും ആ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് പണി കഴിഞ്ഞ് ഫ്രീ ആയിട്ട് പോയി കിടന്നുറങ്ങാമല്ലോ. അപ്പോഴേക്കും ഇതേ നമ്മുടെ മക്കളൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. കേക്ക് വേണം എന്നുണ്ട്. അവർ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തായാലും നാളത്തേക്ക് വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്വീറ്റ്സ് ഉണ്ടാക്കാം, ഡെസേർട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ അവർക്ക് നമ്മൾ സെർവ് ചെയ്യാനും വേണ്ടിയിട്ട് സംഭവം എടുത്തിട്ടുണ്ട്. എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ആവേശത്തോടു കൂടി കാത്തിരിക്കുകയാണ് അത് എടുക്കാനും വേണ്ടിയിട്ട് കേട്ടോ. വെറുതെ പറയല്ല, നല്ലോണം ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പറ്റുവാണെങ്കിൽ നാളെയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇന്ന് തന്നെ എല്ലാം കാലിയാക്കിയല്ലോ. ഇനിയിപ്പോൾ നാളെ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ കൊടുക്കാമെന്നുണ്ട്. ചിലപ്പോൾ ഇതന്നെ ഉണ്ടാക്കില്ല, വേറെ എന്തെങ്കിലും ഉണ്ടാക്കും ഇൻഷാ അല്ലാ. എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, എനിക്ക് നന്നായി ഇഷ്ടമായി. പിന്നെ വേറൊരു സെക്കൻഡ് ബാച്ചിൽ ഞാൻ കുറച്ച് കൊക്കോ പൗഡറൊക്കെ മിക്സ് ചെയ്തിട്ട് കളറൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ കേക്ക് മൊത്തം കഴിഞ്ഞതിൻ്റെ സംതൃപ്തിയിൽ നമ്മൾ നെക്സ്റ്റ് പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ അമ്മാൻ്റെ റെസിപ്പിയാണ്, പായസം ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാല് കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ചില്ലി ചിക്കൻ പൊരിക്കണം. രാത്രിയല്ല കേട്ടോ പൊരിക്കുന്നത്, രാത്രി തന്നെ നമ്മൾ നല്ല മസാലയൊക്കെ തേച്ചിട്ട് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പണികളും കൂടി ഉണ്ട്. അപ്പോൾ ഒരു 7 പാക്കറ്റ് പാല് നമ്മൾ എടുത്തിട്ടുണ്ട്. അരിപ്പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒരു പിങ്ക് കളറിൽ വരുന്ന നല്ലൊരു അരിപ്പായസം. അപ്പോൾ രാത്രി തന്നെ അത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ നമ്മൾ നമസ്കരിക്കാൻ പോകുമ്പോൾ മധുരം കഴിച്ചിട്ട് പോകണം, അത് സുന്നത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ രാവിലെ ഇത് കഴിച്ചിട്ട് നമസ്കരിക്കാനും വേണ്ടിയിട്ട് ഈദ്ഗാഹിൽക്കൊക്കെ പോണവർക്ക് അത് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 7 പാക്കറ്റ് പാലിലാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് ചിക്കൻ്റെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചിക്കനൊക്കെ ഇത് പുരട്ടാനും വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മുടെ ചുച്ചുക്കുട്ടി ബാക്കിയുള്ള കേക്ക് പോലും എടുത്തു വെക്കാൻ വിടാണ്ട് മൊത്തം കാലിയാക്കി. ആ പാത്രം അവൾക്ക് കഴിഞ്ഞത് കാണുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേ ഇവിടെ അമ്മ ചിക്കനിലെ മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 4-5 വലിയ ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, ഇഞ്ചിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഇതെന്താണ് പഠിച്ചോനെ, ഇതിൻ്റെ എനിക്ക് പേരറിഞ്ഞില്ല, എന്തോ ഇട്ടുകൊടുത്തു ഗൈസ്, സോറി. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ, അതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞുതരാൻ പറ്റാതെ ഇരുന്നത്. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ സ്പെഷ്യൽ ചില്ലി ചിക്കൻ്റെ പൗഡർ ഉണ്ട്, ഇവിടെ പാലക്കാട് കിട്ടുന്നതാണ്, എല്ലായിടത്തും കിട്ടുമായിരിക്കും കേട്ടോ. അത് ലൂസ് 1 കിലോ വാങ്ങിയതാണ്. അതിൻ്റെ ഏകദേശം ഒരു 1/2 കിലോളം മൊത്തത്തിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അടിയിലിട്ടത് പട്ടൻ്റെ പൊടിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഒരു 7 മുട്ടയോളം ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കോൺഫ്ലോറും കൂടി വേണം. അതിനു മുമ്പ് മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഭംഗിയിൽ കാണിക്കാനും വേണ്ടിയിട്ട് സ്ലോ മോഷനിൽ എടുത്തതാണ്, അതാണ് ഇത്ര ഭംഗി. അപ്പോൾ അമ്മ എന്താ പറയണ്ടായിരുന്നു, സ്ലോ മോഷനിൽ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ കുറച്ചും കൂടെ ഒന്ന് സ്ലോ ആക്കി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു അമ്മ സ്പീഡാക്കിക്കോ, ഞങ്ങൾ ഇതിൽ കാണിക്കാനാണെന്ന് പറഞ്ഞു. പിന്നെ ഇതിലേക്ക് പിങ്ക് സോൾട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, ഹിമാലയൻ സോൾട്ട് എന്നൊക്കെ പറയും. ഇവിടെ യൂസ് ചെയ്യുന്നത് പിങ്ക് സോൾട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ കോൺഫ്ലോറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല അടിപൊളി, നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടൂലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ. കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാളിന് കാണിച്ചപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൻ്റെ റെസിപ്പി വേണം പൊരിക്കുന്നത് കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെസിപ്പിയും കൂടെ കാണിക്കാവോ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയിൽ ഇതേ എൻ്റെ മൂത്ത ബ്രദർ തലയിൽ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിങ്ങനെ എടുത്തതാണ് കേട്ടോ. ആൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് മൈലാഞ്ചിയും ഒക്കെ ഇട്ടിട്ട് സുന്ദരനാവാനും വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. പിന്നെ അത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ വെള്ള എള്ളില്ലേ അതും കൂടി ഇട്ട് കൊടുക്കും. അത് നല്ല ടേസ്റ്റാണ്, പിന്നെ നല്ലതുമാണ്, പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ടാവും. ചിക്കൻ പൊരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെള്ള ഈ കളറും കൂടെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതേ എൻ്റെ രണ്ടാമത്തെ ആങ്ങള അവിടെ നല്ല അടിപൊളി മാങ്ങയൊക്കെ ഇങ്ങനെ ഉപ്പിലിട്ടതല്ല, എന്തോ ഒരു മസാലയൊക്കെ പറ്റിയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, സൂപ്പറായിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അത് ആക്രാന്തത്തോടു കൂടി കൈയിട്ട് വാരി. അപ്പോൾ കുറേ വാങ്ങിച്ചിട്ട് വരാൻ പാടില്ല ചോദിച്ചപ്പോൾ ഇതൊക്കെ കുറച്ച് കഴിക്കണം എങ്കിൽ ആ ഒരു ടേസ്റ്റ് വായിൽ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അതും കൂടെ കഴിച്ച് നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മാങ്ങ അതുപോലെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ കഴിക്കാൻ കിട്ടുകയെന്ന് പറയുമ്പോൾ. ഞങ്ങൾ വേറെ കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അതുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് തന്നെ സെറ്റപ്പാക്കി. കോയമ്പത്തൂർ രാത്രി പോവാം, അവിടെ കോയമ്പത്തൂർ അടിപൊളിയായിരിക്കും എന്നാണ് പറഞ്ഞത്. പെരുന്നാൾ രാവിനൊക്കെ ഫുള്ളും കടകളൊക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു, പക്ഷെ അത് പറ്റിയില്ല. അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് പണിയും ഉണ്ടല്ലോ. പിന്നെ ഇതേ മാങ്ങ മൊത്തത്തിൽ ആക്രാന്തം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ആ മസാലയൊക്കെ ഇട്ടിട്ട്, ഇത് അവിടെ തെരുവിലും കുറച്ച് പയ്യന്മാർ ഇങ്ങനെ ഇട്ടിട്ട് വിൽക്കുകയാണ് പെരുന്നാൾക്ക് മാത്രം എന്ന് പറഞ്ഞു. എന്തായാലും നമ്മളിത് കഴിക്കാൻ വേണ്ടി പിന്നെ പോയ സമയത്ത് മൊത്തത്തിൽ കാലിയായിട്ടുണ്ടായിരുന്നു, അതും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ കുട്ടീൻ്റെ ഫ്ലേവർ എനിക്ക് കഴിക്കാനും വേണ്ടിയിട്ടൊക്കെ തന്നാണ്. പിന്നെ അത് കഴിയുമ്പോഴേക്കും ഇതേ നമ്മുടെ പായസത്തിൻ്റെ പണിയിലേക്ക് വന്നിട്ടുണ്ട്. പായസത്തിന് ഈ ബിരിയാണി അരി പൊടിയായിട്ടുണ്ടാവില്ല, അങ്ങനത്തെ അരിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അതായത് ബ്രോക്കൺ റൈസാണ് നമുക്ക് വേണ്ടത്, മുഴുവനായിട്ടുള്ള അരി പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉദ്ദേശം ആ ഒരു ടേസ്റ്റ് വരില്ല, കഞ്ഞി പോലെ ഉണ്ടാവും. അപ്പോൾ ആ അരി വന്നിട്ട് ഒരു 1.5 ഗ്ലാസ് 7 കവർ പാല്, അതായത് എത്ര 7 കവർ 6 പാക്കറ്റിൻ്റെ 7 കവർ പാലിന് 1.5 ഗ്ലാസോളം വെള്ളമല്ല അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടിന്നോളം മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതേ മിൽക്ക് മെയ്ഡ് ഇപ്പോഴല്ല കേട്ടോ ഇട്ടത്, പിന്നെയാണ് ഇട്ടത്. അത് ക്ലിപ്പ് വന്നിട്ടൊന്ന് മാറി വന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ എഡിറ്റിങ്ങിൽ മാറ്റുന്നില്ല, കാരണം ഇപ്പം തന്നെ ഏകദേശം 2:30 ആയിട്ടുണ്ട്.
അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് ഈ ഒരു പിങ്ക് കളർ വരാനും വേണ്ടിയിട്ട് റോസ് മിക്സ് ആണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിന് നല്ലൊരു പിങ്ക് കളർ വരും. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പായസം കുടിക്കാനും വേണ്ടിയിട്ട്. പിന്നെ രാവിലെ കുടിച്ചിട്ട് പോകുമ്പോൾ ഇനിയിപ്പോൾ നാഷ്ട കഴിക്കാത്തവർക്കാണെങ്കിൽ ഇത് കുടിച്ചാലും മതി. നമുക്ക് അത്യാവശ്യം വയറ് ഫില്ലാവും കുട്ടികൾക്കൊക്കെ. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മിൽക്ക് മെയ്ഡ്, അതിപ്പോഴാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഫുള്ള് മിൽക്ക് മെയ്ഡ് നമുക്ക് മുതലാവാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വന്നിട്ട് പഞ്ചസാര പൊടിച്ചില്ലേ, എൻ്റെ കേക്കിൻ്റെ റെസിപ്പിക്ക് വേണ്ടി പൊടിച്ചത് ബാലൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അങ്ങനെ നമ്മൾ 2 ടീനോളം കണ്ടൻസ് മിൽക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു, എൻ്റെ നാത്തൂൻ്റെ വീട്ടിലേക്ക്, അതായത് ഇക്കടെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാനും വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ 12:30 കഴിഞ്ഞു കേട്ടോ. അത്രയും നേരം ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും 12:30 ആയതായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മാങ്ങ കൊണ്ടുവന്നത് ഈ പയ്യന്മാരാണ് കേട്ടോ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പോകുമ്പോഴേക്കും മാങ്ങയൊക്കെ കഴിഞ്ഞു. പിന്നെ വന്നിട്ട് ഇത് ഓറഞ്ച് സർബത്താണ്. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെറിയ കുഞ്ഞ് ഓറഞ്ച് വെച്ചിട്ട് അവരിങ്ങനെ സർബത്ത് ഉണ്ടാക്കി തരുന്നത്. അത് കുടിക്കാനും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതും ആ മാങ്ങയും കഴിക്കുമ്പോൾ സൂപ്പറായിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ബ്രദർ പറഞ്ഞത്. അതും കേട്ടിട്ട് നമ്മൾ വന്ന സമയത്ത് നമുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആമേനെ പോലെ മെല്ലെ അങ്ങനെ ഇക്കടെ താത്താനെയും അനിയത്തിൻ്റെയും വീട്ടിലേക്ക് പോയി അവരെ കണ്ട് സംസാരിച്ച് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ തിരിച്ചു വരികയാണ്. ഇന്ന് ആക്ച്വലി എനിക്ക് അമ്മാൻ്റെ വീട്ടിൽ നിൽക്കാനായിരുന്നു കേട്ടോ പ്ലാന്. ഇതുവരെ അവർ വീട് വാങ്ങിച്ചിട്ട് ഞാൻ ഒരു ദിവസം പോലും രാത്രി താമസിച്ചിട്ടില്ല. താമസിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷെ സാധിക്കാറുമില്ല. പിന്നെ എനിക്ക് വലിയൊരു ആഗ്രഹം ഇല്ല എന്ന് വേണം പറയണം. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് സാധിക്കുമല്ലോ. അപ്പോൾ ഇന്ന് അവിടെ നിൽക്കാമെന്നും പറഞ്ഞാൽ അമ്മാനത്തെ തലേദിവസം നമ്മൾ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വാക്ക് പാലിക്കാൻ പറ്റില്ല, വേറൊന്നും കൊണ്ടല്ല. ഈ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ വീട്ടിൽ വൈഫൈ ഉണ്ട്, വീട്ടിലേക്ക് വരണം, നമ്മുടെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ചെറിയ ബേബീനെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും അവിടെ കിടത്തിയിട്ട് നമ്മൾ അങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും അവിടെ ലാസ്റ്റ് നമ്മൾ നാത്തൂൻ്റെ അവിടെ പോയിട്ട് വരുമ്പോഴേക്കും അമ്മ പായസമൊക്കെ താളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നിറയെ കുറേ അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ ഇട്ടിട്ട്. പിന്നെ അതിനുശേഷം അതങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്ന് ഞാൻ വോയിസ് ഓവർ കൊടുക്കാനും വേണ്ടിയിട്ട് വന്നിരിക്കുന്ന സമയത്ത് 2:30 ആയിരുന്നു. വോയിസ് ഓവറൊക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും 3 മണി ആയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി രാവിലെ ആയി ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഇൻഷാല്ലാ. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.